ടൈം മെഷീൻ ഭാഗം 4. പെട്ടെന്നാണ് അവിടെയുണ്ടായിരുന്ന കൂറ്റൻ പ്രതിമയെക്കുറിച്ച് അയാൾ ചിന്തിച്ചത്. ആ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വലിയൊരു പീഠത്തിലാണ്. അയാൾ ആകെ ചിന്താക്കുഴപ്പത്തിലായി. പ്രതിമയുടെ പീഠം വളരെ ഉയരത്തിലുള്ളതാണെന്ന് സഞ്ചാരി മനസ്സിലാക്കിയിരുന്നു. എൻ്റെ യന്ത്രം വളരെ സമർത്ഥമായി തന്നെ പീഠത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കുവാൻ കഴിയും. ഒരു ഞെട്ടലോടെ അയാൾ തിരിച്ചറിഞ്ഞു. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഒരു ഭ്രാന്തനെ പോലെ സഞ്ചാരി പ്രതിമയുടെ സമീപത്തേക്കോടി. പീഠത്തിൻ്റെ ഉള്ളിലേക്ക് നീങ്ങണമെങ്കിൽ അതിൻ്റെ വാതിൽ പോലെയുള്ള ഭാഗം തകർക്കണം. എന്താണൊരു പോംവഴി? സഞ്ചാരി വിഷണ്ണനായി. അയാളുടെ കൈവശം ആയുധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്നാണ് സമീപത്തായ ഒരു കല്ല് കിടക്കുന്നത് അയാൾ കണ്ടത്. അയാൾ ഓടിച്ചെന്ന് ആ കല്ലെടുത്ത് പ്രതിമയുടെ പീഠത്തിനിട്ട് ശക്തിയായി ഇടിക്കുവാൻ തുടങ്ങി. ഒരനക്കവുമില്ല. വൃദ്ധൻ നിരാശനായി. തൻ്റെ കൈവശമുള്ള കല്ലിന് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഉടൻ തന്നെ സുന്ദര രൂപങ്ങൾ തൻ്റെ അടുത്തേക്ക് വരുന്നത് സഞ്ചാരി കണ്ടു. അയാൾ സുന്ദരന്മാരോട് ഇപ്രകാരം ആരാഞ്ഞു: ഇത് തുറന്നേ മതിയാവൂ. നിങ്ങൾ അതിനൊരു വഴി പറഞ്ഞു തരണം. എന്നാൽ എല്ലാ സുന്ദരരും അത് കേട്ട് ഞെട്ടിത്തരിച്ചു. അരുതേ എന്ന അർത്ഥത്തിൽ അവർ തലയാട്ടി. ഒരു കാര്യം സഞ്ചാരിക്ക് നന്നായി മനസ്സിലായി. ഈ പുതിയ ലോകത്തിൽ ധൃതി പ്രദർശിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. അക്ഷമയോടെ ആളുകൾ പായുന്നത് തൻ്റെ ലോകത്താണ്. ഈ പുതിയ ലോകത്തിൽ അതിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതലുണ്ട്. പിന്നെ എന്തിനാണ് ആർത്തി പ്രദർശിപ്പിക്കുന്നത്? ഇവരെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം. ഈ സുന്ദരന്മാരുടെ ഭാഷ പഠിക്കണം. സഞ്ചാരി തീരുമാനിച്ചു. ഇനി അതുമാത്രമാണ് തൻ്റെ മുമ്പിലുള്ള ഏക വഴിയെന്ന് വൃദ്ധന് നന്നായിട്ടറിയാമായിരുന്നു. സുന്ദരന്മാരുടെ സംസാരം സഞ്ചാരി വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു. സാവധാനം വാക്കുകളുടെ അർത്ഥം അയാൾക്ക് മനസ്സിലായി തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ ശരീരഭാഷയും വളരെ എളുപ്പത്തിൽ തന്നെ അയാൾ പിടിച്ചെടുത്തു. ഇപ്പോൾ അവരുമായി ആശയവിനിമയം ചെയ്യുന്നത് എളുപ്പമാണെന്ന് അയാൾക്ക് മനസ്സിലായി. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ! പെട്ടെന്നൊരു നിലവിളി ഉയർന്നു. സമീപത്തുള്ള പുഴയിൽ നിന്നാണ് ആ രോദനമെന്ന് സഞ്ചാരിക്ക് മനസ്സിലായി. വരൂ! അയാൾ മറ്റുള്ളവരെ വിളിച്ചിട്ട് പുഴത്തീരത്തേക്ക് ഓടിച്ചെന്നു. ആദ്യം പുഴത്തീരത്തെത്തിയത് സഞ്ചാരി തന്നെയായിരുന്നു. അലസരായ മറ്റുള്ളവർ കാര്യമായ സമയമെടുത്ത് തന്നെയായിരുന്നു അവിടെ എത്തിയത്. രക്ഷിക്കണേ! ഈ തവണയും പുഴയിൽ നിലവിളി ഉയർന്നു. ഒരു പെൺകുട്ടി പുഴയിൽ മുങ്ങിത്താഴുകയാണ്. സഞ്ചാരി ചുറ്റും നോക്കി. അലസരായ സുന്ദരന്മാർ പരിഭ്രാന്തരായി അത് കണ്ടുകൊണ്ട് നിൽക്കുന്നതല്ലാതെ പെൺകുട്ടിയെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതേയില്ല. താൻ തന്നെ ചാടി പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കേണ്ടതുണ്ടെന്ന് വൃദ്ധന് മനസ്സിലായി. കഠിനാധ്വാനം എന്തെന്ന് മറ്റുള്ളവർക്കറിയില്ല. മുങ്ങിത്താഴുന്ന ഒരാളെ രക്ഷിക്കേണ്ടത് വളരെ അധ്വാനം നിറഞ്ഞ പണി തന്നെയാണ്. ഇവരാരും അവളെ രക്ഷിക്കില്ല, മടിയന്മാർ. ഇപ്രകാരം പുലമ്പിക്കൊണ്ട് വൃദ്ധൻ പുഴയിലേക്ക് എടുത്തു ചാടി. കരയ്ക്കെത്തിയ പെൺകുട്ടിയെ കണ്ട് വൃദ്ധൻ അമ്പരന്നു. അതിസുന്ദരിയായ ഒരു ബാലികയായിരുന്നു അത്. അവൾ തൻ്റെ ജീവൻ രക്ഷിച്ചതിന് സഞ്ചാരിക്ക് നന്ദി പറഞ്ഞു. കുഞ്ഞെ, എന്താണ് നിന്റെ പേര്? വാത്സല്യത്തോടെ വൃദ്ധനായ സഞ്ചാരി ചോദിച്ചു. വീണ, വിറയ്ക്കുന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു. പരിഭ്രാന്തിയിൽ നിന്നും വീണ മുക്തിയായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ സംസാരിക്കുവാൻ നന്നേ ബുദ്ധിമുട്ടിയിരുന്നു. നീ എങ്ങനെയാണ് ഈ പുഴയിൽ വീണത്? സഞ്ചാരിയുടെ ഈ ചോദ്യത്തിന് അവൾ മറുപടി നൽകിയില്ല. അതിന് അവൾക്ക് കെൽപ്പുണ്ടായിരുന്നില്ല. വൃദ്ധൻ അവളെ വിശ്രമിക്കുവാൻ അനുവദിച്ചു. എനിക്ക് ഇരുട്ടിനെ ഭയമാണ്, അവൾ പറഞ്ഞു. സാരമില്ല, ഞാനുണ്ടല്ലോ കൂടെ, സഞ്ചാരി അവളെ ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ കൂടുതൽ വെളുത്ത സുന്ദരന്മാർ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. അവരെല്ലാം ശാരീരികമായി ദുർബലരായിരുന്നു. പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെയാകെ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. വൃദ്ധൻ സാവധാനം അവിടേക്ക് നീങ്ങി. അടുത്ത നിമിഷം അയാൾ ഒന്ന് നടുങ്ങി. ആരാണത്? അയാൾ വിളിച്ചു ചോദിച്ചു. 2 വലിയ കണ്ണുകൾ തന്നെ തുറച്ചു നോക്കുന്നതായി അയാൾ കണ്ടിരുന്നു. എന്നാൽ അത് മനുഷ്യനാണോ മൃഗമാണോ എന്ന് തീർച്ചപ്പെടുത്തുവാൻ അയാൾക്ക് കഴിഞ്ഞതുമില്ല. ചോദിച്ചത് കേട്ടില്ലേ, അതാരാണെന്ന്?
അയാളുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായി. എന്നാൽ മറുപടി ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ അയാൾ ആ ജീവിയുടെ സമീപത്തേക്ക് കുതിച്ചു ചാടി. എന്നാൽ ജീവിയെ കണ്ടതും ഒരു ഞെട്ടലോടെ അയാൾ പിന്നോക്കം ചാടി. കുരങ്ങിന് സമാനമായ ശരീരത്തോടു കൂടിയ ഒരു ജീവിയായിരുന്നു അത്. ഇതെന്താ, ആൾക്കുരങ്ങോ? അയാൾ ആശ്ചര്യപ്പെട്ടു. എന്നാൽ അധികം താമസിയാതെ ആ മൃഗം അവിടെ നിന്നും പാഞ്ഞുപോയി. അത്യധികം വേഗത്തിലായിരുന്നു ഓട്ടം എന്നതിനാൽ സഞ്ചാരിക്ക് അതിനെ പിന്തുടരുവാൻ കഴിഞ്ഞില്ല. ഒരു കുന്നിൻ മുകളിൽ നിന്നുകൊണ്ട് കുരങ്ങ് പോലുള്ള ആ രൂപം എവിടേക്കാണ് പായുന്നതെന്ന് അയാൾ നോക്കി. എന്നാൽ അത് വഴിയിലുള്ള ഒരു കിണറിലേക്ക് എടുത്തു ചാടി അപ്രത്യക്ഷമായത് കണ്ട് അയാൾ ആശ്ചര്യപ്പെട്ടു. ഇതെന്ത് വിചിത്രമായ ദേശം! ആശ്ചര്യത്തോടെ അയാൾ പറഞ്ഞു. എന്തായാലും ഒരു കാര്യം സഞ്ചാരിക്ക് ഉറപ്പായിരുന്നു. ഈ ജീവിയുടെ വാസം മാളങ്ങളിലോ ഭൂമിക്കടിയിലോ ആണ്. ദ്രുതഗതിയിൽ പാഞ്ഞു പോകുവാൻ കഴിവുള്ള ആ മൃഗത്തെ പിന്തുടരുവാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് അയാൾക്ക് നന്നായിട്ടറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ അയാൾ അതിന് തുനിഞ്ഞില്ല. എന്തായാലും ആ പ്രദേശം ഒന്നാകെ പരിശോധിക്കുവാൻ അയാൾ തീരുമാനിച്ചു. എന്താണിത്? നിരവധി കിണറുകൾ! എന്തിനാണ് ഇത്രയും അധികം കിണറുകൾ? അയാൾ ആശ്ചര്യപ്പെട്ടു. ഒരു കാര്യം ഉറപ്പാണ്, അലസരായ സുന്ദരീ സുന്ദരന്മാർ ഇത്രയും അധികം കിണറുകൾ കുഴിക്കില്ല. പിന്നെ ആരായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക? അപ്പോഴാണ് മറ്റൊരു അതിശയകരമായ കാഴ്ച സഞ്ചാരി കണ്ടത്. ഇവയൊന്നും കിണറുകളല്ല. അയാൾ കൂടുതൽ വിശദമായി തന്നെ ആ കുഴി പരിശോധിച്ചു. കൊള്ളാം, ഇവയെല്ലാം വായു കടന്നു പോകുവാനുള്ള വെന്റിലേഷനുകളാണ്. സഞ്ചാരി ഒരു നിഗമനത്തിലെത്തി. ഇതിനുള്ളിൽ വലിയ കെട്ടിടങ്ങളുണ്ട്. അവിടെ ഭൂമിക്കടിയിൽ ധാരാളം പേരുണ്ട്. അവർ കഠിനമായി അധ്വാനിക്കുന്നവരാണ്. അവരാണ് ഈ കിണറുകളെല്ലാം കുഴിച്ച് തങ്ങളുടെ വാസസ്ഥലത്തേക്ക് വായു കടത്തിവിട്ടിരിക്കുന്നത്. സഞ്ചാരിയുടെ നിഗമനം ശരിയായിരുന്നു. അവിടെയുള്ള കഠിനാധ്വാനികളായ തൊഴിലാളികളായിരുന്നു ഭൂമിക്കടിയിൽ കഴിഞ്ഞിരുന്നത്. അവർക്ക് പുറത്തേക്ക് വരുവാൻ പകൽ അനുവാദമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രിയായിരുന്നു അവർ പുറത്തിറങ്ങിയിരുന്നത്. ഇതൊരു വിചിത്രമായ ലോകം തന്നെ. ചിന്തിക്കും തോറും സഞ്ചാരിയുടെ ആശ്ചര്യം ഏറി വന്നുകൊണ്ടിരുന്നു. ആ ദേശത്ത് തനിക്കിനിയും മനസ്സിലാകാത്ത ധാരാളം നിഗൂഢതകളുണ്ടെന്ന് സഞ്ചാരിക്ക് ബോധ്യമായി. അയാളുടെ മനസ്സ് തൻ്റെ തന്നെ ദേശത്തേക്ക് തിരികെ പോയി. ശരിയാണ്, എല്ലായിടത്തും എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ. ദുഃഖത്തോടെ സഞ്ചാരി ചിന്തിച്ചു. തൻ്റെ കാലത്തും സുന്ദരീ സുന്ദരന്മാരായ സമ്പന്നർ ധാരാളമുണ്ട്. അവരൊക്കെ എന്തെങ്കിലും ചെയ്യുവാൻ മടിയുള്ളവരും ദുർബലരായ ശരീരമുള്ളവരുമാണ്. അതുപോലെ ഒരുപാട് കറുത്തിരുണ്ട രൂപങ്ങളുമുണ്ട്. അവർ കഠിനമായി അധ്വാനിക്കുന്നു. അവർക്ക് സുന്ദരീ സുന്ദരന്മാരുടെ ലോകത്തേക്ക് കടന്നു വരുവാൻ അനുവാദമില്ല. അവർ ഇരുളിൻ്റെ മറപറ്റി സഞ്ചരിക്കുന്നു. വിവേചനം അത് എല്ലാ കാലത്തുമുണ്ട്. ദുഃഖത്തോടെ സഞ്ചാരി ഇപ്രകാരം ചിന്തിച്ചു. സുഖലോലുപരായി കഴിയുന്ന കുറച്ചു പേർ, അവരെ തീറ്റിപ്പോറ്റുവാൻ പകലന്തിയോളം പണിയെടുക്കുന്ന മറ്റൊരു കൂട്ടർ. ലോകത്തിൽ ഏതു കാലത്തിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. സഞ്ചാരി മനസ്സിലാക്കി. ഉച്ചനീചത്വങ്ങളും അസമത്വങ്ങളുമൊക്കെ എല്ലാ കാലത്തുമുണ്ട്. പുറം ലോകത്തെ വെള്ളി വെളിച്ചം അധ്വാനിക്കുന്നവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാണിതിനൊരു അറുതിയുണ്ടാവുക? ദുഃഖത്തോടെ സഞ്ചാരി ചിന്തിച്ചു. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അവസ്ഥ ഇത് തന്നെ. അപ്പോൾ പിന്നെ ഉച്ചനീചത്വങ്ങൾക്ക് അറുതി വരില്ലെന്ന് തന്നെ അയാൾക്ക് തോന്നി. മൊർലോക്കുകൾ, അങ്ങനെയായിരുന്നു കുഴികളിൽ താമസിച്ചിരുന്ന ജീവജാലങ്ങളെ വിളിച്ചിരുന്നത്. അത്യധികം തരം താണ ഒരു പദമാണിതെന്ന് എന്തുകൊണ്ടോ സഞ്ചാരിക്ക് തോന്നി. ഏലോയ്കൾ, അങ്ങനെയായിരുന്നു സുന്ദരീ സുന്ദരന്മാർ സ്വയം വിളിച്ചിരുന്നത്. ഏലോയ്കളായി ജനിക്കുക എന്നത് തികച്ചും സൗഭാഗ്യം നിറഞ്ഞ കാര്യം തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. നീചരും പാപികളുമൊക്കെയാണത്രേ മൊർലോക്കുകളായി ജനിക്കുന്നത്. അവർ തന്നെയാണ് ഇങ്ങനെയൊരു തിയറി ഉണ്ടാക്കിയത്. ഏലോയ്കളെ സൂചിപ്പിച്ചുകൊണ്ട് സഞ്ചാരി പിറുപിറുത്തു. ഇങ്ങനെ ഇച്ഛയ്ക്കനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് മെർലോക്കുകളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നതിൽ വിരുദ്ധരായിരുന്നു ഏലോയ്കൾ. ഇത് തങ്ങളുടെ വിധിയാണെന്ന് കരുതിയിരുന്ന മൊർലോക്കുകളാകട്ടെ മറുത്തൊരക്ഷരം പോലും സംസാരിക്കുകയില്ലായിരുന്നു. ഏലോയ്കളെ സേവിക്കുകയും അവരെ പൂജിക്കുകയും അവർക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നത് പുണ്യമാണ്. കഠിനാധ്വാനികൾ ഇങ്ങനെയാണ് ധരിച്ചു വച്ചിരുന്നത്. എല്ലാ കാലത്തും ഇത് തന്നെയാണ് ചിന്താഗതിയെന്ന് രോഷത്തോടെ സഞ്ചാരി മനസ്സിലാക്കി. ഇതിനൊരു മാറ്റം വരണം.
എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലം വരണം. അയാൾ പിറുപിറുത്തു. എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇത് തന്നെയാണ് അവസ്ഥ എന്ന സത്യം ഒരു ഞെട്ടലോടെ അയാൾ തിരിച്ചറിഞ്ഞു. എന്തു ചെയ്യും? ആരാണ് ഇതിനൊരു മാറ്റം കൊണ്ടുവരിക? അയാൾ വ്യസനിച്ചു. എന്തായാലും സമീപ ഭാവിയിലൊന്നും ഇതിന് മാറ്റമുണ്ടാകില്ല എന്നും അയാൾ മനസ്സിലാക്കി. മെർലോക്കുകളെപ്പറ്റി കൂടുതൽ അറിയണം, സഞ്ചാരി തീരുമാനിച്ചു. വീണ, നിനക്ക് എന്നോട് മെർലോക്കുകളെപ്പറ്റി കൂടുതലായി പറഞ്ഞു തരുവാൻ കഴിയില്ലേ? താൻ രക്ഷിച്ച പെൺകുട്ടിയായ വീണയോട് സഞ്ചാരി ചോദിച്ചു. എന്നാൽ മൊർലോക്കുകളെ പറ്റിയുള്ള ചോദ്യം കേട്ട് വീണ അസ്വസ്ഥയാകുകയാണുണ്ടായത്. അവളുടെ ഭാവമാറ്റത്തിൽ സഞ്ചാരി ആശ്ചര്യപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും അവൾ ഇപ്രകാരം പെരുമാറിയത്? അയാൾ ചിന്തിച്ചു. ചിന്തിക്കും തോറും എന്തൊക്കെയോ നിഗൂഢതകളുണ്ടെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. പെട്ടെന്നാണ് സമയസഞ്ചാരിയുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നുപോയത്. ടൈം മെഷീൻ ഇളക്കിക്കൊണ്ടു പോകണമെങ്കിൽ കഠിനാധ്വാനം ആവശ്യമാണ്. അയാൾ പിറുപിറുത്തു. അപ്പോൾ ആ ചോദ്യം അയാളുടെ മനസ്സിൽ നിറഞ്ഞു. ആ മുഖം വലിഞ്ഞു മുറുകി. താനൊരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഇവിടെ കഠിനാധ്വാനികളായിട്ടുള്ളവർ മൊർലോക്കുകൾ മാത്രമാണ്. അതായത് എൻ്റെ ടൈം മെഷീൻ മോഷ്ടിച്ചിരിക്കുന്നത് അവരാണ്. കാലമേറെ ചെന്നിട്ടും ഈ രീതിക്കും കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല എന്ന് വ്യസനത്തോടെ സഞ്ചാരി മനസ്സിലാക്കി. കുഴികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ചാൽ മാത്രമേ തൻ്റെ ടൈം മെഷീൻ തിരിച്ചു കിട്ടുകയുള്ളൂവെന്ന് സഞ്ചാരിക്ക് മനസ്സിലായി. തൻ്റെ മുമ്പിൽ മാർബിൾ കൊണ്ടുണ്ടാക്കിയ വലിയൊരു കൊട്ടാരം അയാൾ കണ്ടു. ആദ്യം ആ കൊട്ടാരം സന്ദർശിക്കണമെന്ന് അയാൾ ചിന്തിച്ചുവെങ്കിലും ഉടനടി തന്നെ ആ ചിന്ത മാറ്റി. കുഴികളിലേക്ക് ഇറങ്ങണം, എൻ്റെ യന്ത്രം കണ്ടെത്തിയേ മതിയാകൂ, അയാൾ ചിന്തിച്ചു. അങ്ങേക്കെന്തെങ്കിലും അപകടം പിടിയുമോ? അയാൾ രക്ഷിച്ച പെൺകുട്ടിയായ വീണ അത്യധികം ആശങ്കാകുലയായി. വീണ, നീ ആശങ്കപ്പെടേണ്ടതില്ല, അയാൾ അവളെ ആശ്വസിപ്പിച്ചു. മൊർലോക്കുകൾ എന്നെ ഒന്നും ചെയ്യില്ല. ഉള്ളിൽ ഭയമുണ്ടായിരുന്നുവെങ്കിലും സഞ്ചാരി അങ്ങനെയാണ് പറഞ്ഞത്. കുറേയേറെ കുഴികളിലേക്ക് അയാൾ ഇറങ്ങിച്ചെന്നു. വയ്യ, ക്ഷീണം തോന്നുന്നു, ഇനിയൊരൽപ്പം വിശ്രമിക്കാം, അയാൾ തീരുമാനിച്ചു. താൻ തറയിലെത്തിയെന്ന് അയാൾക്കുറപ്പായിരുന്നു. ക്ഷീണം കൊണ്ട് അയാൾ മയങ്ങിപ്പോയി. ആരാണത്? അല്പസമയം കഴിഞ്ഞപ്പോൾ സഞ്ചാരി ഞെട്ടി എഴുന്നേറ്റു. ഹോ, മൊർലോക്കുകൾ! തൻ്റെ മുമ്പിൽ തുറച്ചു നോക്കി നിൽക്കുന്ന ധാരാളം മൊർലോക്കുകളെയാണ് അയാൾ കണ്ടത്. സഞ്ചാരി കണ്ണു തുറന്നുവെന്ന് ബോധ്യമായതോടെ മൊർലോക്കുകൾ ഓട്ടം തുടങ്ങി. അവർ അകലെ ചെന്ന് തുണികളുടെയും മറ്റും പിറകിൽ ഒതുങ്ങിക്കൂടി നിന്നു. എന്തൊരു നാണം! ഇവരെന്നാണ് ആത്മവിശ്വാസവും ധൈര്യവുമുള്ളവരാകുന്നത്, അയാൾ ചിന്തിച്ചു. ഈ ലജ്ജ തന്നെയാണ് അവരുടെ പുരോഗതിക്ക് വിലങ്ങുതടിയാകുന്നത്, അയാൾ മനസ്സിലാക്കി. പക്ഷേ ഉടനടിയൊന്നും അത് മാറുമെന്ന് തോന്നുന്നില്ല. എന്തായാലും മുമ്പോട്ട് നീങ്ങുവാനും ഗുഹകൾ നന്നായി പരിശോധിക്കുവാനും അയാൾ തീരുമാനിച്ചു. ഗുഹകളിൽ ഒന്നിൽ നിന്നും ഏതോ യന്ത്രങ്ങളുടെ മുരൾച്ച അയാൾ കേട്ടു. അതെന്താണെന്നറിയുവാനുള്ള ആകാംക്ഷയോടെ സഞ്ചാരി അവിടേക്ക് നീങ്ങി. ഹോ, ഗുഹകളിൽ നിന്നും വായു പുറത്തേക്ക് തള്ളി ശുദ്ധവായു വലിച്ചെടുക്കുന്ന യന്ത്രങ്ങൾ, അയാൾ ആശ്ചര്യപ്പെട്ടു. ഇവർക്ക് എന്തുകൊണ്ട് പുറം ലോകത്തെത്തി സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചുകൂടാ? അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ഇപ്പോഴിതാ മൊർലോക്കുകൾക്കായി വായു സഞ്ചാരമുളവാക്കുന്ന യന്ത്രങ്ങൾ. വാസ്തവത്തിൽ ഈ അധിക ചെലവ് ഒഴിവാക്കാമല്ലോ. ഇവർക്ക് ഉപരിതലത്തിലെത്തി ശുദ്ധവായുവും ശ്വസിച്ച് ജീവിച്ചുകൂടെ? എല്ലാ കാലവും ഇങ്ങനെയുള്ള പാഴ്ചിലവുകൾ കഠിനാധ്വാനികളുടെ പേരിൽ സവർണർ ഉണ്ടാക്കാറുണ്ടെന്ന് സഞ്ചാരിക്ക് മനസ്സിലായി. കുറച്ചകലെ ചെന്നപ്പോൾ മൊർലോക്കുകൾ മാംസം ചുട്ടു ഭക്ഷിക്കുന്നതും സഞ്ചാരി കണ്ടു. മാംസഭക്ഷണമാണ് തങ്ങളെ അധമരും മൃഗീയ വാസനകളുള്ളവരുമാക്കുന്നതെന്ന് മൊർലോക്കുകൾ അറിഞ്ഞിരുന്നില്ല. ഇതിനിടയിൽ ഒരു കൂട്ടം മൊർലോക്കുകൾ സഞ്ചാരിയെ ആക്രമിക്കുവാനെത്തി. ഹേയ്, ഞാൻ നിങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ആക്രമിക്കുന്നത്? ഭീതിയോടെ സഞ്ചാരി ചോദിച്ചു. അതിനവർ മറുപടി പറഞ്ഞില്ല. മറുപടിയെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നതേയില്ല. ചിന്തിച്ച് പെരുമാറുന്നതിൽ വളരെ വിമുഖരായിരുന്നു മൊർലോക്കുകൾ. തങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിക്കാതെ അവർ കായികശേഷി മാത്രം ഉപയോഗിച്ചു. അതുകൊണ്ടാണല്ലോ ദുർബലരായ ഏലോയികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മൊർലോക്കുകളെ ചൂഷണം ചെയ്യുവാൻ കഴിഞ്ഞത്. താൻ പറയുന്നതൊന്നും മൊർലോക്കുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് കണ്ട സഞ്ചാരി ഉടനെ തന്നെ പിന്തിരിഞ്ഞോടി കുഴിയുടെ ഒരു വശത്ത് സ്ഥാനമുറപ്പിച്ചു.
പൊതുവിൽ ലജ്ജാശീലരായ മൊർലോക്കുകൾ അവിടേക്ക് എത്തിയതുമില്ല. അടുത്ത നിമിഷമാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച സഞ്ചാരി കണ്ടത്. ഒരു സുന്ദരനായ ഏലോയെ ബന്ധിച്ച് തീക്കുണ്ടത്തിന്റെ അടുത്ത് നിർത്തിയിരിക്കുന്നു. പിന്നെ അവന്റെ മാംസം സാവധാനം അറുത്തെടുത്ത് അവർ തീയിൽ ചുടുന്നു. സമയസഞ്ചാരി ഞെട്ടിവിറച്ചു. ഹോ, മാംസഭോജികൾ, മനുഷ്യരെ തിന്നുന്നവർ, നരഭോജികൾ! അയാൾ അടിമുടി വിറയ്ക്കുവാൻ തുടങ്ങി.